മലയാളി പ്രേക്ഷകർക്കുൾപ്പെടെ സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർക്ക് ആകെ തന്നെ വളരെയധികം സുപരിചിതയായ ഒരു മുഖമാണ് നടി ഷക്കീലയുടേത്. ഷക്കീല എന്ന പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും പല ചിത്രങ്ങൾ ഓർമ്മ വരുമെങ്കിലും നല്ല കഥാപാത്രങ്ങളുടെ മലയാളി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയ ഒരു താരമെന്ന് കൂടി ഷക്കീലയെ വിശേഷിപ്പിക്കാം. അത്ര മോശപ്പെട്ട നടി എന്ന രീതിയിലൊക്കെ തെന്നിന്ത്യൻ സിനിമകളിൽ താരത്തിന്റെ പേര് പലപ്പോഴും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും തെന്നിന്ത്യൻ സിനിമകളിലെ നിറസാന്നിധ്യം തന്നെയാണ് നടി ഷക്കീല. ഇപ്പോൾ സിനിമാ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് താരം എന്ന് പറയണം. ടെലിവിഷൻ പരിപാടികളിലൂടെയും തമിഴ് സിനിമകളിലൂടെയും ഷക്കീല തിരികെ എത്തിയിരുന്നതായും തന്നെ പറയണം. എന്നാൽ തന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിട്ടുള്ളതിനെ കുറിച്ച് താരം തന്നെ വെളിപ്പെടുത്തുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഷക്കീലയ്ക്കെതിരെ വിമർശനങ്ങളായി ഉയരുന്നു എന്നും സംസാരിക്കേണ്ടിയിരിക്കുന്നു. തന്റെ പ്രണയങ്ങളെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമാണ് താരം ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തനിക്കൊരു കാമുകനുണ്ടെന്നും അദ്ദേഹത്തിന്റെ വിവാഹമാണ് ഉടൻ നടക്കാൻ പോകുന്നതെന്നും ഷക്കീല പറയുന്നു. ഇപ്പോൾ തന്റെ കാമുകനായി നിൽക്കുന്ന വ്യക്തിയുടെ വിവാഹമാണ് ഉടൻ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഷക്കീല പറയുന്നുണ്ട്. ഞങ്ങൾക്കൊരിക്കലും ഒന്നിക്കാൻ കഴിയില്ല. ഞങ്ങൾ രണ്ട് മതത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഈ തീരുമാനമെടുത്തു. അയാളോട് വിവാഹം കഴിക്കാൻ പറഞ്ഞതും ഞാൻ തന്നെയാണ്. അങ്ങനെ അയാൾ വിവാഹം കഴിക്കാൻ പോവുകയാണ്. കഴിക്കട്ടെ. നിലവിൽ ഇപ്പോൾ എനിക്കൊരു പ്രണയമുണ്ട്. പക്ഷെ അദ്ദേഹം ഉടനെ വിവാഹിതനാകും എന്നുള്ളതാണ് അതിൽ ഏറ്റവും സങ്കടമായ കാര്യം. വധു ഞാനല്ല. നിങ്ങളാരും പേടിക്കണ്ട. അദ്ദേഹത്തിന്റെ പേര് വിവരങ്ങൾ പറയാൻ താല്പര്യപ്പെടാത്തതും അദ്ദേഹത്തിന്റെ വിവാഹം ഉടൻ എത്തുമെന്നുള്ളത് കൊണ്ടാണ്. എങ്ങനെയായാലും മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായി. കുറച്ചുകാലം ഒന്നിച്ച് ജീവിച്ചു. പക്ഷെ മതം പ്രശ്നമാവുമെന്ന് എനിക്ക് അപ്പോൾ തന്നെ അറിയാമായിരുന്നു. അദ്ദേഹം ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമും. അതെങ്ങനെ ശരിയാകും? അത് ആർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാനാകില്ല. ഇന്നത്തെ കാലമായാൽ പോലും കുടുംബത്തിലെ സാഹചര്യം കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ കല്യാണം കഴിച്ചേ പറ്റൂ. അതിനാൽ വിവാഹം കഴിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ ഞാൻ സമ്മതിച്ചു. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടയാളെ കഷ്ടപ്പെടുത്തരുത് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടയാൾ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടതാണ് ചെയ്യേണ്ടത്. വിവാഹം ചെയ്തോ എന്നാണ് എന്നോട് പറഞ്ഞത്. എന്നാൽ കാമുകന്റെ പേര് പറയാൻ താല്പര്യമില്ല എന്നും ആളുകൾ അറിഞ്ഞ് പിന്നീട് പ്രശ്നമാകരുത് എന്നുള്ളത് ഉറപ്പാണെന്നും താരം പറയുന്നു. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നും അതുകൊണ്ടാണ് അതാരാണെന്ന് വെളിപ്പെടുത്താത്തതെന്നും താരം വെളിപ്പെടുത്തുന്നുണ്ട്. കാമുകന്റെ വിവാഹം കഴിയുന്നതോടെ അദ്ദേഹം അവൻ മുൻകാമുകനായി മാറുമെന്നും ഷക്കീല വ്യക്തമാക്കി. തന്റെ ആദ്യ പ്രണയത്തെക്കുറിച്ചും ഷക്കീല തുറന്നു പറയുന്നു. മുൻകാമുകനാകുമെന്ന് ഷക്കീല ഉദ്ദേശിക്കുന്നത് ആ പ്രണയം അവിടെ ഉപേക്ഷിക്കുമെന്ന് തന്നെയാണ്. അത് നല്ലൊരു സ്വഭാവമാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നെ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുമെന്നും ആ ബന്ധം തകരാൻ പോലും ഇത് കാരണമായേക്കുമെന്നും പറയുന്നു. തന്റെ ആദ്യ പ്രണയത്തെക്കുറിച്ചും ഷക്കീല തുറന്നു പറയുന്നു. 11-ാം വയസ്സിൽ വീടിനടുത്തുള്ള സുരേഷ് റെഡ്ഡിയുമായാണ് ആദ്യത്തെ പ്രണയമെന്നാണ് പറയുന്നത്. അത് പ്രണയമായിരുന്നു എന്നൊന്നും അറിയില്ലായിരുന്നു എന്നും ഷക്കീല പറയുന്നു. ഇഷ്ടമാണ്, ഐ ലവ് യു എന്നൊന്നും പറഞ്ഞിട്ടുമില്ല. പക്ഷെ അങ്ങനെ ഒരു ഇഷ്ടം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് പ്രണയിച്ചത് രണ്ടാമത്തെ പ്രണയമാണെന്ന് പറയുന്നു. ശാലിനിയുടെയും ശ്യാമിനിയുടെയും സഹോദരനായ റിച്ചാർഡുമായുള്ള പ്രണയമാണത്. ഞങ്ങൾ അയൽക്കാരനായിരുന്നു, നല്ല സുഹൃത്തുക്കളും. അന്ന് എനിക്ക് 15-16 വയസ്സ് പ്രായം. പ്ലേ സ്റ്റേഷൻ എന്ന ഗെയിം കളിക്കാൻ കൂട്ടിന് എപ്പോഴും അവനെ വിളിക്കും. അങ്ങനെയാണ് സുഹൃത്തുക്കളായത്. അത് പിന്നീട് പ്രണയമായി. 21 വയസ്സ് വരെ ആ ബന്ധമുണ്ടായിരുന്നു. പിന്നീട് റിച്ചാർഡ് സിനിമകൾ കമ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാനും തിരക്കിലായി. പ്രശ്നങ്ങളൊന്നുമില്ലാതെ പറയാതെ തന്നെ ഞങ്ങൾ വേർപിരിഞ്ഞു പോവുകയായിരുന്നു. എന്തിനായിരുന്നു ആ പ്രണയം കൈവിട്ട് കളഞ്ഞത്? സംസാരിക്കാമായിരുന്നില്ലേ എന്നൊക്കെ ഓർത്ത് ഇപ്പോഴും എനിക്കൊരു ഫീല് തോന്നാറുണ്ട്. പക്ഷെ റിച്ചാർഡ് ഇപ്പോഴും എൻ്റെ നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ്. ഞങ്ങൾ വിളിക്കാറുമുണ്ട്, സംസാരിക്കാറുമുണ്ട്. എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് അവൻ വന്നിരുന്നു. അന്ന് അവൻ്റെ കണ്ണിൽ കണ്ട ഇമോഷൻ അവനുമായി എന്നെ കൂടുതൽ അടുപ്പിച്ചു. കല്യാണം കഴിക്കണം, കുട്ടികൾ വേണമെന്നൊക്കെ എനിക്ക് എപ്പോഴും ആലോചനയുണ്ട്. രണ്ടാം ഭാര്യ ആകാനോ ഡിവോഴ്സ് ആയവരുമായുള്ള വിവാഹമോ എനിക്ക് സെറ്റാകില്ല. മറ്റൊരാളുടെ ഭാര്യയ്ക്ക് ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. കല്യാണത്തെക്കുറിച്ച് ഒരുപാട് തവണ ആലോചിച്ചിട്ടുണ്ട്. എനിക്കൊരു കോംപ്ലക്സ് ഉള്ളതുപോലെ തോന്നുന്നു. കല്യാണം കഴിഞ്ഞാൽ അവരുടെ അടിമയാകുമോ എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. പ്രണയമൊക്കെ തന്നെയും ആദ്യം ഉണ്ടാകുന്നതാണ്. പിന്നീട് കുറച്ച് പൊസസീവായിട്ടുള്ള ആളുകളാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നതെന്നും ഷക്കീല പറയുന്നു. എനിക്ക് തോന്നിയാൽ ഭക്ഷണം വയ്ക്കും, ഇല്ലെങ്കിൽ വയ്ക്കില്ല. അതൊക്കെ ഇഷ്ടത്തിന് ജീവിക്കുന്ന ഒരാളായിരിക്കണം. പക്ഷെ അങ്ങനെ ഒരാൾ വന്നാൽ അവർക്കായി ഭക്ഷണം വയ്ക്കുകയും മറ്റും വേണമല്ലോ. എനിക്കത് പറ്റില്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കി എന്നോടൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരാളായാൽ കൂടുതൽ നന്നായി പോകാൻ സാധിക്കുമല്ലോ. ഇങ്ങനെയാണ് ഷക്കീല തൻ്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നത്. പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ ഷക്കീലയെക്കുറിച്ച് വൈറലാകുന്ന വാർത്തയും ഇത് തന്നെയാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.